എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കടമ്പാട്ടുകോണം മുതൽ ആഴംകോണം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളി മുതൽ മേവറം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ നിന്നാണ്. ഒരുപാട് പ്രതീക്ഷ വെച്ച് വീഡിയോ കാണരുത്. RDS കമ്പനി എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ RKC കമ്പനിയും ചെയ്യുന്നത്. മഴയ്ക്ക് മുന്നേ പല ഭാഗങ്ങളിലും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചതാണ്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ മാത്രമാണ് വർക്കുകൾ നടക്കുന്നത്. 1.5 മാസത്തിന് മുന്നെയാണ് ലാസ്റ്റ് ഈ സ്ട്രെച്ചിലെ വീഡിയോ ചെയ്തിരുന്നത്. അന്നത്തെ അപേക്ഷിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ വലത് സൈഡിലെ സർവീസ് റോഡ് കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ട് മെയിൻ റോഡിൻ്റെ ഭാഗത്ത് വർക്ക് തുടങ്ങിയിരുന്നു. ഒരു സൈഡിൽ മണ്ണ് നിരത്തിയതായി കാണാം. അതല്ലാതെ മറ്റു വർക്കുകളൊന്നും ഇപ്പോൾ പുരോഗമിക്കുന്നില്ല. വലത് സൈഡിലായി റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കടമ്പാട്ടുകോണം ജംഗ്ഷൻ ഒരു വയൽ പ്രദേശമാണ്. ഈ ഒരു ഭാഗത്ത് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് അതിൽ മണ്ണിട്ട് ഉയർത്തിയായിരിക്കും മെയിൻ റോഡ് കടന്നു പോവുക. നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഭാഗത്ത് ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. പഴയ ഹൈവേയുടെ 2 സൈഡിലുമായി നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ കാണുന്നത് ഫാർമസി ജംഗ്ഷനാണ്. ഇവിടെ ഇടത് ഭാഗത്തെ സർവീസ് റോഡിന് വേണ്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ നിന്നും മുന്നോട്ട് പോകാം. ഇവിടെ ഏകദേശം 300 മീറ്ററോളം ഭാഗത്ത് മെയിൻ റോഡിൻ്റെയും 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് വളരെ മുന്നേ തന്നെ ഏകദേശം 1 വർഷത്തിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ ഇവിടെയും വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇടയ്ക്കുള്ള ക്രാഷ് ബാരിയറുകളൊക്കെ കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. മൈലിനും ഫാർമസി ജംഗ്ഷനും ഇടയ്ക്കായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. പൂർണ്ണമായും പിയറിൽ നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള ഭാഗത്താണ് ഇപ്പോൾ GSP നിരത്തിയതായി കാണുന്നത്. ഇവിടെയും വർക്കുകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പഴയതുപോലെ തന്നെ കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്നും അണ്ടർപാസിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. മഴയ്ക്ക് മുന്നേ ഇവിടെ വർക്കുകളൊക്കെ ആരംഭിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നതായി കാണാം. പക്ഷേ വാഹനങ്ങളോ വർക്കിനായിട്ടുള്ള ആൾക്കാരെയോ ഒന്നും കാണുന്നില്ല. ഈ കാണുന്ന 2 പിയറുകളും നിർമ്മിച്ചിട്ട് ഏകദേശം 2 കൊല്ലത്തിന് മുകളിലായി. അതിനുശേഷം ഇവിടെ ഒരു വർക്ക് നടന്നിട്ടില്ല. കുറച്ച് ഗർഡറുകളൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാടായിരിക്കുകയാണ്. ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു തോട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെയും ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഒരുപാട് നാളായി ഈ കൾവർട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മൈലക്കാട് ഭാഗത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിന് സമാനമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 28 മൈലിനും ഫാർമസി ജംഗ്ഷനും ഇടയ്ക്കായി വരുന്ന സ്ഥലമാണ്. നേരെ കാണുന്ന ആ വയലിലാണ് സർവീസ് റോഡ് വരുന്നത്. സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആറിവാൾ ബ്ലോക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നതായി കാണാം.
ഈ അരിവാൾ ബ്ലോക്കുകളൊക്കെ ഏകദേശം 8-9 മാസങ്ങൾക്ക് മുന്നേ വെച്ചതാണ്. അതിനുശേഷം ഇവിടെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെയും താഴെ ചെളിയിൽ നിന്ന് തന്നെയാണ് അരിവാൾ പാനലുകളൊക്കെ ഉയർന്നു വരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് 28-ാം മൈൽ ജംഗ്ഷനാണ്. ഇവിടെയും വർക്കൊന്നും നടക്കുന്നില്ല. കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു വയൽ പ്രദേശമാണ് ഇവിടെയും. ഇപ്പോൾ അണ്ടർപാസിന് മുന്നേയുള്ള സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഈ സർവീസ് റോഡിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വയലിൽ കൂടി പോകുന്നത് പോലെയുണ്ട്. വെള്ളക്കെട്ടുകൾ ഇപ്പോഴും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായി അരിവാൾ ബ്ലോക്കുകളൊക്കെ ഉയർത്തി വരികയാണ്. എത്രത്തോളം ബലമുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഇത് 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്കുള്ള അണ്ടർപാസാണ്. ഇത് നിർമ്മിച്ചിട്ട് ഏകദേശം 2-2.5 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലുമായിട്ട് അരിവാൾ പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് വർക്കൊന്നും നടക്കുന്നില്ല. വലത് സൈഡിലായി ഒരു എക്സ്കവേറ്ററിൽ നിന്ന് മണ്ണ് മാറ്റുന്നത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ 2 വയൽ പ്രദേശത്തും അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഫ്ലൈ ഓവർ ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി നാവായിക്കുളം ജംഗ്ഷനിലേക്ക് പോകാം. ഇവിടെയൊക്കെ നല്ല ഉയരത്തിലാണിപ്പോൾ അരിവാൾ പാനലുകളൊക്കെ വെച്ച് വരുന്നത്. ഇപ്പോൾ നാവായിക്കുളം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിലേക്ക് പോകാം. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഏറെക്കുറെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. ഇവിടെയും വർക്കുകളൊന്നും നടക്കുന്നില്ല. ഈ വീഡിയോ ഞായറാഴ്ചയല്ല എടുത്തത്, വർക്കിംഗ് ഡേയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഇവിടെ ഒന്നും യാതൊരുവിധ പുരോഗതിയുമില്ല. അണ്ടർപാസിനോട് ചേർന്ന് റീറ്റെയിനിങ് വാളുകളാണ് 2 സൈഡിലും നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്ട്രെച്ചിൽ കൂടുതലും അരിവാൾ പാനലിനേക്കാളും റീറ്റെയിനിങ് വാളുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടന്നിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് അരിവാൾ പാനലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും തിരിച്ച് തട്ടുപാലം അണ്ടർപാസിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. തട്ടുപാലത്തെ അണ്ടർപാസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഒരു സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രദേശവാസികളുടെ ആവശ്യം
അനുസരിച്ച് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഇവിടെയും ഒരു ബ്രിഡ്ജ് കൾവെർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇത് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അണ്ടർപാസിനും ഈ ബ്രിഡ്ജ് കൾവെർട്ടിനും ഇടയ്ക്കുള്ള ഭാഗത്ത് ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നില്ല. റോഡിൻ്റെ വലത് സൈഡിലുള്ള റീടൈനിങ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് നടന്നതാണ്. ഇനി ഇവിടെ നിന്ന് നേരെ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇവിടെ നിന്ന് വലതേക്ക് തിരിഞ്ഞ് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ തട്ടുപാലം അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുകൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട ബ്രിഡ്ജ് കൾവെർട്ടിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മധ്യഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇനി ബാക്കിയുള്ളത്. കടമ്പാട്ടുകുണം മുതൽ നാവായിക്കുളം വരെ എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് പോലും വർക്ക് നടക്കുന്നതായി കണ്ടില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം എക്സ്കവേറ്റർ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതല്ലാതെ. ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ്ങുകളൊന്നും നടന്നിട്ടില്ല. ഇനി ഇവിടെ നിന്നും തിരിഞ്ഞ് കല്ലമ്പലം ഭാഗത്തേക്ക് പോകാം. കല്ലമ്പലം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ റോഡിൻ്റെ ഇടത് സൈഡിലായി സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചതാണ്. ഇവിടെ GSP നിരത്തിയതായി കാണാം. ടാറിംഗ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. കല്ലമ്പലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഗർഡറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത്. ആറോ ഏഴോ ഗർഡറുകളാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് മുന്നേ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഏകദേശം 8ഓളം ഗർഡറുകൾ ഇപ്പോൾ അവിടെ കാണുന്നില്ല. അത് മറ്റേതോ വർക്ക് സൈറ്റിലേക്ക് മാറ്റിയതായി തോന്നുന്നു. കല്ലമ്പലം ജംഗ്ഷൻ ഇപ്പോഴും പഴയ കല്ലമ്പലം തന്നെയാണ്. യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. പണ്ട് സ്ഥാപിച്ച ആ 4 പിയർ ക്യാബുകളും മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും പോസ്റ്റർ കൊണ്ട് പൊതിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്.
ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളം ഭാഗത്ത് നടന്നിട്ടുണ്ട്. കൂടാതെ മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കി അതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. റോഡ് കണ്ടിട്ട് സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും പൂർത്തിയാക്കിയതായി കാണാം. ഈ ഭാഗത്ത് സർവീസ് റോഡ് മെയിൻ റോഡിനെ അപേക്ഷിച്ച് അല്പം താഴ്ന്നാണ് പോകുന്നത്. ഇനി നേരെ ആയംകോണം ഭാഗത്തേക്കാണ് പോകുന്നത്. ആയംകോണം ജംഗ്ഷനിൽ ഒരു ഓവർപാസാണ് വരുന്നത്. ഈ ഓവർപാസിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികളൊന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഒരു ഡൈവേർഷൻ റോഡ് ചെയ്തത് മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കൂടാതെ ഓവർപാസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2-3 ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. അവിടെയും ഇപ്പോൾ കാട് പിടിച്ചു കഴിഞ്ഞു. ഈ ഒരു ഡൈവേർഷൻ റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ട് പഴയ റോഡിൻ്റെ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് അവിടെയായിരിക്കും ഒരു ഓവർപാസ് വരാൻ സാധ്യത. ഇവിടെ മുതലാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയിട്ട് വർക്കുകളൊന്നും നടക്കുന്നതായി കണ്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയി നോക്കാം. തിരുവനന്തപുരം ഭാഗത്തെ വീഡിയോ കാണുന്നതിന് വേണ്ടി ഒരുപാട് പേർ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് അറിയാം. പക്ഷേ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വരാത്തത് കൊണ്ടാണ് അടുത്തടുത്തുള്ള വീഡിയോകളൊന്നും ചെയ്യാത്തത്. ഇനി ഇവിടെ നിന്ന് സർവീസ് റോഡ് വഴി റോഡിൻ്റെ മറുവശത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ സർവീസ് റോഡ് അല്പം ഉയരത്തിലാണ് പോകുന്നത്. മെയിൻ റോഡ് താഴ്ന്നായിരിക്കും പോകുന്നത് ഓവർപാസ് വരുന്നതിനാൽ. ഇപ്പോൾ ഈ നേരെ കാണുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ അതുവഴി വിടുന്നുണ്ട്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് GSB ഒക്കെ നിരത്തിയിരിക്കുന്നതായി കാണാം. ഉടൻ തന്നെ അവിടെയൊക്കെ ടാറിങ് വർക്കുകൾ നടക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ ടാറിങ് വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട്. മറു സൈഡിലെ മണ്ണുകളെല്ലാം നീക്കം ചെയ്ത് മെയിൻ റോഡിൻ്റെ ഭാഗത്തെയും സർവീസ് റോഡിൻ്റെ ഭാഗത്തെയും ഒക്കെ വർക്കുകൾ ആരംഭിച്ചതാണ്. ഇവിടെയും ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇവിടെ റീറ്റെയിനിങ് വാളൊക്കെ ഒരു സൈഡിൽ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്ത് സർവീസ് റോഡ് ഉയർന്നായിരിക്കും പോകുന്നത്. ഇടതുഭാഗത്തായി സർവീസ് റോഡ് കുറച്ചു ദൂരം ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണാം. ഈ സർവീസ് റോഡിൻ്റെ വർക്കും മുന്നേ തന്നെ കഴിഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോയിലും ഈ ഭാഗമൊക്കെ കാണിച്ചതാണ്. പിയറുകൾ കംപ്ലീറ്റ് പോസ്റ്റർ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ തട്ടുപാലം ഭാഗത്തേക്കാണ് പോകുന്നത്. നേരത്തെ സർവീസ് റോഡിൻ്റെ ഇടത് സൈഡിലൂടെയാണ് വന്നത്. ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചകൾ കാണാത്തത് കൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിലെയും വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. കാണാനായി വലിയ കാഴ്ചകളൊന്നുമില്ല, എങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാം.
ഇത് നേരത്തെ കണ്ട തട്ടുപാലത്തിനടുത്തുള്ള ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ്. ഈ സൈഡിലെ കാഴ്ചയാണ്. നാവായിക്കുളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡൈവേർഷൻ റോഡ് ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്ക് ആരംഭിക്കാനായിരിക്കാം ഡൈവേർഷൻ റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത്. ഇത് 28-ാം മൈൽ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇവിടെയും കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് നടന്നിട്ടുണ്ട്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. കുറച്ച് ദൂരത്തേക്കാണ് സർവീസ് റോഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും കടമ്പാട്ടുകോണം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ നോക്കിയാൽ റീറ്റെയിൻ വാളുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗത്ത് കുഴിയെടുത്തിരിക്കുന്ന അവിടെ പൂർണ്ണമായും വെള്ളം നിറഞ്ഞു കിടക്കുന്നതായി കാണാം. പൂർണ്ണമായും വയൽ പ്രദേശമായതുകൊണ്ട് കുഴിച്ചാൽ അപ്പോഴേ വെള്ളം കാണും. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് റീറ്റെയിൻ വാളുകളൊക്കെ അവർ നിർമ്മിക്കുന്നത്. കൊല്ലം ബൈപ്പാസിലെ കാഴ്ചകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.